വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. ഡേ ബ്രേക്ക് വിത്ത് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. രാവിലെ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവമിടയാക്കിയ നല്ല കൃപയ്ക്കായി നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാനും കഴിഞ്ഞ രാത്രിയിൽ കർത്താവിനോട് ചേർന്ന് ആയിത്തീരുവാനും ഒക്കെ ദൈവം നമുക്കിടയാക്കി. അനേകർക്ക് ലഭിക്കാത്ത ഒരു അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് നൽകി തന്നത്. നമ്മുടെ ചാർച്ചക്കാർ, ബന്ധുക്കൾ, നമ്മുടെ സ്നേഹിതർ, മറ്റു പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് നൽകി തന്ന കർത്താവിനെ ഒരുമിച്ച് നമുക്ക് സന്തോഷത്തോടെ സ്തുതിക്കാം. ഡേ ബ്രേക്ക് വിത്ത് ഗോഡ് എന്ന പ്രോഗ്രാമിൽ നമ്മൾ വചനങ്ങൾ കേൾക്കുകയാണ്, പാട്ടുകൾ കേൾക്കുകയാണ്. ഈ വചനങ്ങളും പാട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ അതിരാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. അതിരാവിലെ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളെ, നമുക്കുള്ളതിനെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് കേട്ട് നമുക്കതിന് തക്കതായ മറുപടി ലഭിക്കും. തുടർന്ന് കേൾക്കുന്ന പാട്ടുകളും വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ കൂടെ ഈ ദിവസം നമുക്ക് ഒരുമിച്ച് ചെലവഴിക്കാം.
കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നീ പ്രഭാത സമയത്ത് നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെക്കാളും ശക്തന്മാരും ഭക്തന്മാരും നമ്മളെക്കാളും കഴിവുള്ളവരും വിദ്യാസമ്പന്നരുമായ പ്രിയപ്പെട്ടവർ പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ പല വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുമ്പോൾ നമ്മൾക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നൽകി തന്ന അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പി. സ്തോത്രം. സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അനേക വിഷയങ്ങൾ താൻ ഈ ലേഖനത്തിൽ ഡീൽ ചെയ്യുകയാണ്. ഇതിൻ്റെ മധ്യേ ഒരു ഭക്തൻ തൻ്റെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പൗലോസ് വ്യക്തമായി ഇവിടെ ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു വസ്ത്രം ധരിക്കും. ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ പാർക്കും. ധരിക്കേണ്ട വസ്ത്രവും താമസിക്കുന്ന വീടും അതിൻ്റെ അനുഭവങ്ങളെല്ലാം ആ വ്യക്തിയുടെ തീരുമാനത്തിലാണ്. പക്ഷേ ഇവിടെ ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്നും അവൻ്റെ ഭവനത്തിനകത്ത് പാർക്കേണ്ടത് എന്താണെന്നും വ്യക്തമായിട്ട് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചേ, 14-ാമത്തെ വാക്യം പറയാണ്, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. അന്നേരം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ കർത്താവ് തൻ്റെ സ്നേഹമാണ് പ്രദർശിപ്പിച്ചത്. ഈ സ്നേഹം പ്രദർശിപ്പിക്കുമ്പോൾ സ്തോത്രം, ദൈവം ആഗ്രഹിച്ചത് നമ്മളെല്ലാവരും ആ ദൈവിക സ്നേഹത്തിലേക്ക് വരിക എന്നുള്ളതാണ്. സ്വർഗത്തിൽ നിന്ന് പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് നമ്മളോട് കാണിച്ച ആ മഹാസ്നേഹം, ആ വലിയ കരുണ, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, അതിൻ്റെ ഒരു റെസ്പോൺസാണ് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. നമ്മളല്ല ദൈവത്തെ ആദ്യം സ്നേഹിച്ചത്, കർത്താവാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. കർത്താവ് സ്നേഹിച്ചപ്പോൾ നമ്മൾ തിരിച്ച് ദൈവത്തെ സ്നേഹിച്ചു എന്ന് മാത്രം. ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമ്മൾക്ക് നൽകി തന്നപ്പോൾ ദൈവത്തെ നമ്മൾ തിരിച്ച് സ്നേഹിച്ചു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും. ഒരു സുപ്രഭാതത്തിൽ പിശാച് പാമ്പിന്റെ രൂപത്തിൽ അവിടെ വന്നിട്ട് ഹവ്വയോട് പറഞ്ഞതായ കാര്യം, അത് ആദാമും ഹവ്വയും അങ്ങ് വിശ്വസിച്ചപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് അവരകന്നുപോയി. ദൈവത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവർ അകന്നുപോയി. ദൈവത്തിൻ്റെ തേജസ് നഷ്ടമായി. ദൈവ തേജസ് നഷ്ടമായ ആ സമയം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരോട് കൂടെ നടക്കുവാനായിട്ട് സ്വർഗം ഇറങ്ങി വരികയാണ്. പക്ഷെ അന്ന് രാത്രി, അല്ലെങ്കിൽ അന്നത്തെ സന്ധ്യാസമയം, ആദാമോ ഹവ്വയും പോയി ഒളിച്ചു. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയാണ്. ശ്രദ്ധിച്ചേ, മനുഷ്യന്റെ സ്വഭാവം അതാണ്. സ്തോത്രം. ദൈവത്തോട് അടുക്കാനുള്ള മനസ്സല്ല നമ്മൾക്ക് പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്വഭാവക്കാരാണ് മനുഷ്യർ. സ്തോത്രം. ഇതിൻ്റെ മധ്യയാണ് സ്തോത്രം ദൈവം
മനുഷ്യനെ തേടി വന്നു. മനുഷ്യനെ തേടി വന്നിട്ട് ആദാമിനോട് ഹവ്വയോടും ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? അന്നേരം അവർ പറഞ്ഞു, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് നിന്റെ മുമ്പിൽ വരുവാൻ കഴിയില്ല. ആരാ നിങ്ങളോട് നഗ്നരാണെന്ന് പറഞ്ഞത്? ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നുവോ എന്ന് ദൈവം ചോദിക്കുകയാണ്. ശ്രദ്ധിച്ചേ, പാപത്തിന്റെ പ്രത്യേകത ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. ഒരിക്കലും ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷെ കാൽവറി ക്രൂശിൽ ദൈവം നമ്മളെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ സ്നേഹം നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് തന്നിട്ട്, സ്തോത്രം, നമ്മുടെ പാപത്തിന്റെ അനുഭവങ്ങളെ ഏറ്റെടുത്ത് കാൽവറിയിൽ ക്രൂശിന്മേൽ തറച്ചു. എന്നിട്ട് നമ്മളെ മക്കളാക്കി അവകാശികളാക്കി മാറ്റി. നമ്മളെ മക്കളാക്കി അവകാശികളാക്കി മാറ്റിയ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേര് സ്നേഹമെന്നാണ്. സ്തോത്രം. കാരണം സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹമെല്ലാം പൊറുക്കുന്നു, ആരോടും വൈരാഗ്യം വെക്കുന്നില്ല, ആരുടെയും കുറ്റങ്ങളെ കണക്കിടുന്നില്ല. ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹത്തെ നമ്മൾ, സ്തോത്രം, ധരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, സ്തോത്രം, വസ്ത്രം സ്നേഹമാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൻ്റെ സമാധാനം, 15-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ശ്രദ്ധിച്ചേ, നമ്മുടെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുന്ന ചിന്തകൾ വിവിധമാണ്, പല വിഷയങ്ങളുണ്ട്. സ്തോത്രം. ചില സമയത്ത് നമ്മൾ ഒത്തിരി ടെൻസ്ഡ് ആകാറുണ്ട്, ചില സമയത്ത് നമ്മൾ ഫ്രീ ആകാറുണ്ട്, ചില സമയത്ത് നമ്മൾ മറ്റു വിഷയങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാറുണ്ട്. നാളെ എന്താകുമെന്നുള്ള ചിന്തയുണ്ട്, നാളെ എൻ്റെ കാര്യം എന്താകുമെന്ന് ചിന്തയുണ്ട്, നാളെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്താകുമെന്ന് ചിന്തയുണ്ട്, നാളെ എൻ്റെ മക്കളുടെ വിഷയം എന്താകുമെന്ന് ചിന്തയുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യേ, സ്തോത്രം, വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ, സ്തോത്രം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ കരങ്ങളിൽ, സ്തോത്രം, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുകയാണ്, അവൻ്റെ ഹൃദയങ്ങളിൽ വാഴേണ്ടത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ സമാധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരിക്കലും ഒരു രാജാവ് ഒരു സമാധാനത്തെക്കുറിച്ച് ഒരു ചിത്രം വരയ്ക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഒത്തിരി പേര് പല ചിത്രങ്ങൾ വരച്ചു. ഇതിൽ ഒന്നാം സമ്മാനം കിട്ടിയ ചിത്രം ഒരു വനം, ആ വനത്തിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷി അതിൻ്റെ ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇരുന്നു കൊണ്ട് പാട്ട് പാടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടും കാട്ടുതീ പടരുന്നത് അതിനൊരു വിഷയമല്ല, കാരണം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് തൻ്റെ ചിറകിലാണ്. സ്തോത്രം. സമയമാകുമ്പോൾ അതിന് പറക്കുവാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും, സ്തോത്രം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. സാഹചര്യങ്ങൾ മാറി പോകും. ഒരു ദിവസം ഉയർച്ചയാണെങ്കിൽ അടുത്ത ദിവസം താഴ്വരയാണ്, ഒരു താഴ്വരയിലാണെങ്കിൽ അടുത്ത ദിവസം ഒരു ഉയർച്ചയാണ്, ഒരു മലയാണ്. അങ്ങനെ ഉയർന്നും പൊങ്ങിയും ശാന്തമായി ഒഴുകുന്ന ഒരു അനുഭവമല്ല ക്രിസ്തീയ ജീവിതം. പക്ഷെ ഉയർന്നും താണും ഉയർന്നും ഇങ്ങനെ വിവിധ വികാരങ്ങൾക്ക് അടിമപ്പെട്ട ഒരു അനുഭവമാണ് മനുഷ്യൻ്റേത്. ഇതിൻ്റെ മധ്യേ, സ്തോത്രം, നമ്മൾ ശാന്തമായി ഇരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത്, സ്തോത്രം, ഈ സമാധാനം വാഴണം. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുമ്പോൾ, സ്തോത്രം, അവിടെ സമാധാനം വാഴുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, സ്തോത്രം, നമ്മൾ ഇന്ന് പകൽക്കാലം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സ്തോത്രം, നമ്മൾ ധരിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ വസ്ത്രമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കാണുന്ന വ്യക്തികളെ, സ്തോത്രം, സ്നേഹത്തോടെ, ഒരു പുഞ്ചിരിയോടെ ഒന്ന് സമീപിക്കുവാൻ, അല്ലെങ്കിൽ
പുഞ്ചിരിക്കുന്ന മുഖത്തോട് നിൽക്കുന്ന നമ്മളെ ഒരു വ്യക്തിക്ക് ഭയം കൂടാതെ ഒന്ന് സമീപിക്കുവാൻ സ്തോത്രം കഴിയണം. രണ്ടാമത്, നമ്മുടെ ചുറ്റുപാട് എന്ത് സംഭവിച്ചാലും ദൈവത്തിലുള്ള ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് സമാധാനത്തോടെ നമ്മൾക്ക് നിൽക്കുവാൻ കഴിയുമെങ്കിൽ, പ്രൈസ് ലോർഡ്, അതിനപ്പുറമായിട്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ സ്തോത്രം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന സ്തോത്രം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. സ്തോത്രം. അടുത്തത്, പ്രൈസ് ലോർഡ്, മൂന്നാമത്തെ കാര്യം കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. 15-ാമത്തെ വാക്യം മുതൽ ഞാൻ വീണ്ടും വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അടുത്തത്, അത് അവസാനിക്കുന്നത് നന്ദിയുള്ളവരായി ഇരിക്കുവീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചേ, പ്രൈസ് ലോർഡ്. ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നതിനൊരു റീസൺ ഉണ്ട്. ദൈവവചനം സ്തോത്രം ഐശ്വര്യമായി നമ്മളിൽ വസിക്കാനാണ്. പ്രൈസ് ലോർഡ്. ശ്രദ്ധിച്ചേ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്നത് ദൈവമാണ്, കർത്താവാണ്. സ്തോത്രം. ആ കർത്താവ് വചനമായി നമ്മുടെ മധ്യേ വസിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അത് വസിക്കണമെങ്കിൽ സ്തോത്രം ക്രിസ്തുവിൻ്റെ സമാധാനം വാഴണം, സ്നേഹത്തിൻ്റെ വസ്ത്രം ധരിക്കണം. ഇങ്ങനെ നമ്മൾ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, അനേകരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുവാൻ സ്തോത്രം നമ്മൾക്ക് സഹായമാകും. സ്തോത്രം. അതിന് പ്രൈസ് ലോർഡ്, ഈ സമാധാനം വാഴുമ്പോൾ, ദൈവവചനം വസിക്കുമ്പോൾ സ്തോത്രം നമ്മൾ ചെയ്യേണ്ടതായ അടുത്തൊരു കാര്യം കൂടിയുണ്ട്. എപ്പോഴും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നമ്മുടെ ഹൃദയങ്ങളിൽ സ്തോത്രം ആ സ്തുതി എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഉയർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ശ്രദ്ധിച്ചേ, യേശു സ്നാനമേൽക്കുവാൻ കടന്നു വന്നപ്പോൾ കണ്ടതായ ഒരു കാര്യം വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. പുത്രൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആത്മാവ് പ്രാവെന്ന രൂപത്തിൽ സ്തോത്രം കർത്താവിൻ്റെ മേലിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ലോർഡ്. സ്വർഗം നമ്മൾ ഭൂമിയിലാക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്നേഹത്തിൻ്റേത്, നമ്മുടെ ഹൃദയത്തിനകത്ത് വാഴുന്ന ദൈവത്തിൻ്റെ സമാധാനം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നു. സ്തോത്രം. സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഉയരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഞാൻ നിങ്ങൾക്കെല്ലാം നേരുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.